നമ്മളെ പൂർവികരാകുന്ന ആളുകൾ അവരുടെ ഈമാനൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ഈമാനും നമ്മളെ ഈമാനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരവസരത്തിൽ മഹാനാവുന്ന ഇമാം റാസി തങ്ങളൊരു കഥ പറയാണ്ട്. മൂപ്പര് നിസാബൂരിൽ ചെന്നപ്പോൾ നിസാബൂരിലെ ആളുകൾ മുഴുവനും ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു. ഒരു വൃദ്ധയാവുന്ന ഒരു സ്ത്രീ ഇമാം റാസി തങ്ങളെ കാണാൻ പോയില്ല. അപ്പോൾ എല്ലാവരും ഈ സ്ത്രീനോട് ചോദിച്ചു, പലരും, നീ എന്താടി ഈ മൂപ്പരെ കാണാൻ പോകാത്തത്? മൂപ്പര് ആരാന്ന് നിനക്കറിയോ? 1000 ലക്ഷ്യങ്ങളെ കൊണ്ടിട്ട് അള്ള ഉണ്ട് എന്നും അള്ള വാഹിദാണെന്നും സ്ഥിരപ്പെടുത്തിയ വലിയ മഹാനാണ്. ഇൽമിൻ്റെ ഓരോ കലകളിലും ഒന്നിലധികം ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് മഹാനാകുന്ന ഇമാം റാസി തങ്ങൾ. അതന്നെ ഒരു വാല്യമുള്ള കിതാബുകളല്ല, 10ഉം 30ഉം വാല്യങ്ങളുള്ള പല കിതാബുകളും ഓരോ വിഷയത്തിലും മൂപ്പര് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ വലിയ മഹാനാണ് ഇമാം റാസി തങ്ങൾ. അവരെന്തേനീ കാണാൻ പോകാഞ്ഞെന്ന് ചോദിച്ചു. അവരെ കൊണ്ട് എന്തേനീ ദുആ ചെയ്യിപ്പിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എനിക്ക് അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കാൻ, അള്ളാഹ് വാഹിദാണ്, അള്ളാഹു ഒരുവനാണെന്നൊക്കെ വിശ്വസിക്കാൻ മൂപ്പര് പറയുന്ന 1000 ലക്ഷ്യങ്ങളിലേക്ക് എനിക്ക് ആവശ്യമില്ല. അള്ള ഉണ്ട് എന്ന് അള്ളാഹ് റസൂല് പറഞ്ഞു, ഞാൻ അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്ന്. ഇത് മഹാനാവുന്ന ഇമാം റാസി തങ്ങളോട് പറഞ്ഞു ആളുകൾ. ഇവിടെ ഒരു സ്ത്രീ ഉണ്ട് തങ്ങളെ, നിങ്ങളെ കാണാൻ എല്ലാവരും വന്നു, അവൾ മാത്രം വന്നില്ല. അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇതാണ്. അപ്പോൾ മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പറഞ്ഞൊരു വാക്ക്, അല്ലാഹുമ്മ ഈമാനക ഈമാനിൽ അജൂസ്. പഠിച്ച തമ്പുരാനെ, ഈ വൃദ്ധ സ്ത്രീൻ്റെ ഈമാൻ പോലാത്ത ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മളെ ഈമാൻ എന്ന്. നമ്മൾക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ലക്ഷ്യങ്ങളെ വയ്യാലപ്പായാണ്. അള്ള പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞു എന്നുള്ളത് പോരാ നമുക്ക്. അപ്പം ഈമാൻ തന്നെ, നമ്മളെ ഈമാൻ തന്നെ, നമ്മൾ ഈമാനൊക്കെ ഈമാനി അബീബക്കർ എന്ന് പറയുന്നില്ലേ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈമാൻ പോലുള്ള. റസൂൽ മിഅ്റാജിന് പോയി, നിമിഷങ്ങളെ കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തി മക്കത്ത് നിന്ന്. ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ ഒന്നും ചോദിച്ചില്ലല്ലോ, നിങ്ങൾ ഏത് വാഹനത്തിലാണ് പോയത്, നിങ്ങൾ ബഹിരാകാശം സഞ്ചരിച്ചപ്പോൾ ഏത് പേടകങ്ങൾ ഉപയോഗിച്ചു, ഇതൊന്നും ചോദിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അത് വിശ്വസിച്ചു. അപ്പം ഈ നിലക്കുള്ളൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പല അകന്നുപോയി. ഈമാൻ ഹൃദയത്തിൽ വരാൻ ആവശ്യമാവുന്ന സൽഗുണങ്ങൾ വേണം, എന്നാലേ ഈമാൻ ഹൃദയത്തിൽ അത് വരുള്ളൂ. ഈമാൻ വന്നാൽ തന്നെ ആ ഈമാൻ അവിടെ വളർന്ന് പന്തലിക്കുള്ളൂ. ആ ഈമാൻ ഒരു വലിയ ടെക്നോളജി ആക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അത് നമ്മളെ ഹൃദയത്തിൽ വളരെയധികം മോശമായ സ്വഭാവങ്ങളാണുള്ളത്. ആ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഈമാൻ അത് വളർന്ന് പന്തലിക്കൂല. ആ ഈമാനിന് മങ്ങൽ കൊടുക്കും. അങ്ങനെ മങ്ങിയ ഈമാനാണ് നമ്മളെ കൈവശമുള്ളത്. പൂർണ്ണമായി പ്രകാശിക്കുന്ന ഒരു ഈമാൻ നമ്മളെ കൈവശമില്ല. അപ്പോൾ പിന്നെയാണെങ്കിൽ ഹറാമായ ഭക്ഷണം നമ്മൾ കഴിച്ചു പോയാൽ ആ ഭക്ഷണത്തിലുള്ള ഹൃദയത്തിലേക്കും ഈമാൻ വേണ്ടതുപോലെ പ്രവേശിക്കൂല. ഈമാൻ വളർന്ന് അവിടെ കുല്ലു ലഹമീൻ നബത്ത ബിനൽ ഹറാം ഫൗവ അബുലാ ബിന്നാർന്നല്ലേ. അപ്പോൾ ഹറാമിൽ നമുക്കിപ്പോൾ ഹറാമാണോ ഹലാലാണോ എന്നുള്ള നോട്ടമൊന്നുമില്ല. കിട്ടിയത് എന്ത് മുന്നിൽ വരുന്നുണ്ടോ അത് കഴിച്ചാൽ മതി എന്നല്ലേ. അങ്ങനെ എല്ലാം അങ്ങനെ തന്നെ, എല്ലാ മേഖലയിലും അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ വിവാഹം, അത് ശരീഅത്ത് അതിൻ്റെ ചില പ്രത്യേക നിബന്ധനകളും നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ വിവാഹത്തിലേക്കല്ലെന്ന് കുട്ടികൾ പോണത്. അവനക്ക് തോന്നിയതിന് അവൻ പിടിച്ചു കൊടുക്കുകയാണ്. പിടിച്ചു കൊടുന്ന് ഞാൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധനായൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു എന്നോട്, എൻ്റെ ഖളായിൽപ്പെട്ട സ്ഥലത്താണ്. അയാൾ വളരെ കരഞ്ഞും കൊണ്ടും അയാളൊപ്പം 3-4 ആളുകളുണ്ട്. എന്നോട് പറഞ്ഞു, മകള് സ്കൂൾ വിട്ട് വന്നപ്പോൾ, കോളേജ് വിട്ട് വന്നപ്പോൾ ഒരുത്തനെ കൂട്ടിയാണ് വന്ന് കണ്ട്, ഒപ്പം ഒരാളുണ്ട്. ഞങ്ങൾക്ക് റൂം വേണമെന്നാണ് പറയണത്. നമ്മളൊക്കെ നാട്ടിൽ പഴയ കാലത്ത് ഒരുത്തനെ കൂട്ടി പെണ്ണും കുട്ടികളെ പേരേക്ക് വരുമോ? ഇനി വന്നാൽ റൂം വേണമെന്ന് പറയുമോ? ബാപ്പാനോട് മുഖത്ത് നോക്കി റൂം വേണമെന്ന് പറയുമോ? അപ്പം ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ഞങ്ങളെ തടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ആ വിവാഹത്തിൻ്റെ ആ രേഖ എടുത്ത് വാപ്പൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കണം. ഞങ്ങളെ ഇനി ഇതിന് പിന്തിരിപ്പിക്കാനോ ഇതിനെ എതിർക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് സമയം കഴിഞ്ഞു പോയി. അങ്ങനെ ഇയാൾ ഓർമ്മട്ട് വീടുന്നാണ്. അങ്ങനെ ഇയാൾക്ക് ബോധമൊക്കെ തെളിഞ്ഞതിന് ശേഷം ഇയാൾ കൂട്ടി പോകുന്ന ഒരാൾ എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ 1% നിങ്ങളേറ്റ് ഒത്തുപോകുന്നുണ്ടെങ്കിൽ ഇന്ന് റൂം തരില്ല എന്ന് പറഞ്ഞേക്കും. നാളത്തെ റൂമിനെ പറ്റി നമുക്ക് ആലോചിച്ചാൽ
അപ്പം നാളെ നിങ്ങൾക്ക് റൂം തരാം, 1% ഒക്കുന്നുണ്ടെങ്കിൽ വേഗം നാളെ നിക്കാഹ് ചെയ്ത് കൊടുത്തളിയുന്നു. അപ്പോൾ ഇതാണെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ നടന്നു വരുന്നത് അങ്ങനെയാണ്. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പലരും ചെക്കന്മാരും പല പെണ്ണുങ്ങളെയും പിടിച്ചു കൊടുക്കുന്ന പല കേസുകളുണ്ട്. പിന്നെ അത് നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ളതായ പണിയെടുക്കണം. പിന്നെ അപ്പോൾ ഇത് എത്ര കണ്ടിട്ട് നമ്മളെ നാടൊക്കെ ഇപ്പോൾ വാപ്പയും കുടുംബങ്ങൾ നോക്കിക്കൊണ്ട് കുട്ടികൾക്ക് നല്ല ബന്ധം കണ്ടുപിടിക്കുക, എന്നിട്ട് അങ്ങനെ ശരീഅത്തിൻ്റെ ആ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടിട്ട് അങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുത്ത് ഇതൊക്കെ നമ്മളെ കുട്ടികൾ വളരെ അങ്ങ് പിന്നോക്കം പോയി. എന്താ കാരണം? അത് കാരണം തന്നെ അടിസ്ഥാനപരമായി വിശുദ്ധമാവുന്ന ആ ഈമാൻ അത് നമ്മളെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ വളർത്തിയെടുക്കാനുള്ളതായ ഒരു സ്വഭാവത്തിലല്ല നമ്മളെ ഹൃദയങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇപ്പം അങ്ങനെയല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലദീന, ഞാൻ ഓതി വെച്ച ആയത്തിന് അല്ലദീന യഖൂലൂന അഹദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി. അഹദൊന്ന് വേറെയാണ്, മീസാഖ് ഒന്ന് വേറെയാണ്. അപ്പോൾ മീസാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ഒരു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടമ്പടിയെ രണ്ടാമത് ഉറപ്പിക്കലിനേക്കാണ് മീസാഖ്. തൗക്കീദുൽ അഹദ്, അഹദിനെ തൗക്കീദ് ചെയ്യാം. അപ്പോൾ അതെല്ലാം വേറെയും പല അർത്ഥങ്ങൾ അയിമത്ത് മശായിഖന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അപ്പോൾ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഉടമ്പടിയുണ്ട്. അള്ളാഹു ആരൊക്കെയോടൊക്കെയാണ് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞത് ആ നിലക്കുള്ള ഉടമ്പടികളൊക്കെ ഉണ്ട്. നമ്മൾ പാസ്ഥാനികമായുള്ള ഉടമ്പടികളുണ്ടാവും, സാമുദായികമായി പലരോടും ചെയ്യണ പല ഉടമ്പടികളൊക്കെ ഉണ്ട്. ആ ഉടമ്പടികൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടികളെ നഖ്ദ് ചെയ്യാൻ പാടില്ല, അതിനെ പൊളിച്ചു കളയാൻ പാടില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഉടമ്പടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉടമ്പടികൾ പൂർത്തിയായി വിടുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഉടമ്പടികളെയും പ്രത്യേകം ഇൽത്തിസാമ് ചെയ്തു എന്നാണ്. കാരണം മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ ചെന്നപ്പോൾ യഹൂദികളുമായിട്ടൊരു ഉടമ്പടി ഉണ്ട്. ആ ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പൂർത്തീകരിച്ചു കൊടുത്തു, അതിനെ ശ്രദ്ധിച്ചു നിന്നു. ഹുദൈബിയ സന്ധിയിൽ വെച്ചുകൊണ്ടിട്ട് മുശ്രിക്കുകളുമായുള്ളൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ശ്രദ്ധിച്ചു, അതിനെ പൂർണ്ണമായും കൊണ്ട് അതുപോലെ അത് നിറവേറ്റി. ഇങ്ങനെ മതത്തിൻ്റെ ആളുകളോടുള്ള ഉടമ്പടി എന്ന് മാത്രമല്ല, ഏത് മതസ്ഥരോടും നമ്മൾ ഏത് ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടി നമ്മൾ പൊളിച്ചു കളയാൻ പാടില്ല. എന്നങ്ങനെയല്ല, നമുക്ക് പലരോടും പലതരത്തിലുള്ള ഉടമ്പടികളൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ പലരും ബിസിനസ് ആവശ്യത്തിന് പലരോടും പൈസ പല ഉടമ്പടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനെ പിന്നീട് സ്വീകരിക്കുന്ന നിലക്കുള്ള വസീഖത്തുകളൊക്കെ രേഖകളൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനെ പൊളിച്ചു കളിയാണ് ചെയ്യണത്. അപ്പോൾ ഏത് നിലക്കുള്ള ഉടമ്പടികളാവട്ടെ ആ ഉടമ്പടികളെ പൊളിച്ചു കളയാം. പിന്നെ അള്ളാഹു ചില ബന്ധങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. കുടുംബബന്ധം, ഉസ്താദന്മാരുമായുള്ള ബന്ധം, പ്രസ്ഥാനികമായ ബന്ധം, സാമുദായികമായ ബന്ധങ്ങൾ, മറ്റ് മതസ്ഥരുമായുള്ളതായ അതിന് അനുവദിക്കപ്പെട്ടതായ അതിൻ്റെതായ ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. ആ ബന്ധങ്ങളെ പൊളിച്ചു കളയണത് പാടില്ല, പൊളിച്ചു കളയുന്ന ആളുകളും. അതോടൊപ്പം യുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ പല നിലക്കുള്ളതായ ഫസാദുകളുമായിട്ട് ഇപ്പം നടക്കേണ്ടതല്ലേ. ഭൂമി പല നിലക്കുള്ള ഫസാദുകളാണ് എഴുതി വിടുന്നത് പലരും. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താ? ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരെല്ലാ നിലക്കും നഷ്ടപ്പെട്ടതായ ആളുകളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മുഅ്മിനീങ്ങളാവുന്ന നമ്മൾക്ക് ഒരുപാട് അഹദുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ അഹദുകളുമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി, അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പാസ്ഥാനികമായുള്ളതായ പല അഹദുകളുണ്ടാവും, സംഘടനാപരമായ പല അഹദുകളും, പല മനുഷ്യരോട് വ്യവസായപരമായ പല അഹദുകളും, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മനുഷ്യന്മാരോടും മറ്റൊക്കെ ചെയ്യേണ്ട പല അഹദുകളും,
അള്ളാഹുമായുള്ളതായ പല അഹദുകളും. ഈ അഹദുകളെ പൂർത്തിയായി വിടാൻ നമ്മളാരും സന്നദ്ധരാവണില്ല. അങ്ങനെ സന്നദ്ധരായിട്ടില്ലെങ്കിൽ ഇവിടെ എന്താവുമെന്നറിയോ? അത് കാരണമായിട്ട് ഇവിടെ ഭൂലോകത്ത് ഫസാദ് ഉണ്ടായിത്തീരും. അത് മാത്രമല്ല, ആ ഫസാദിന് തീ കൊളുത്തുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഈ ലോകത്ത് ഫസാദുകളെ കൊണ്ട് നിറയപ്പെടുന്നതായ ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനിൽ ഉണ്ടാവേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവന് നന്മകൾ ഉണ്ടാവണം. ആ നന്മകൾ വളർത്താൻ വേണ്ടി അവൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാൻ. 4 കാര്യങ്ങൾ ഒരുത്തനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെപ്പറ്റി മുനാഫിഖ് എന്നല്ല പറയേണ്ടത്, അവൻ ഒറിജിനൽ മുനാഫിഖാണെന്ന് അവനെപ്പറ്റി പറയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തും മിനൻ നിഫാഖ്. ഒമൻ കാനത്ത് ഫീഹി ഖസ്ലത്തും മിൻഹുന്ന. ഈ 4 കാര്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരുത്തനിൽ ഉണ്ടായിത്തീർന്നാൽ നിഫാഖിന്റെ ഒരു കാര്യം അവനിലുണ്ടായി. അങ്ങനെ അങ്ങനെ ആ കാര്യത്തിന് ഒഴിച്ചാൽ കുഴപ്പമില്ല. അല്ല, ഞാൻ ഓനിൽ നിഫാഖിന്റെ ഒരു കാര്യം ഉണ്ടായി, അവൻ അസ്ലി ഒറിജിനൽ മുനാഫിഖാണെന്ന് റസൂൽ അവനെ പറ്റി വിശേഷിപ്പിച്ചത്. എന്നിട്ട് ആ കാര്യത്തിനെ പറ്റി പറഞ്ഞു, ഇത് തുമിന ഖാന. ഒന്ന് വിശ്വസിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്കുക. ഒരാളോട് നമുക്ക് വിശ്വാസം അവനെ അങ്ങനെ വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചില വാർത്തകൾ അവനോട് കൈമാറുന്നു, അങ്ങനല്ലേ? അല്ലെങ്കിൽ അവനെ വിശ്വസിച്ചിട്ട് ചിലപ്പോൾ അവനെ ചില സംഗതികൾ കേൾപ്പിച്ചിട്ടുണ്ടാവും. അതിനെ വഞ്ചിക്കുക എന്നുള്ളത് ഒരു മുനാഫിഖിന്റെ അടയാളമാണെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ ഹദ്ദസ പറഞ്ഞാൽ എഴുതിയാലൊക്കെ പൊള്ള എഴുതുള്ളൂ. ഇന്ന് വാട്സപ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. പറഞ്ഞാൽ പുള്ളു പറയാന്ന് മാത്രമല്ല വാക്കിൻ്റെ അർത്ഥം. പറഞ്ഞാൽ പുള്ളു പറയും, എഴുതിയാലും പൊള്ള എഴുതുള്ളൂ. അങ്ങനത്തെ പരിപാടികൾ ഇത് മുനാഫിഖുകളുടെ അടയാളങ്ങളാണ്. വെറുതെ ജനങ്ങളിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി പലതും എഴുതുക, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എഴുതുക. അപ്പം അതാണ് മറ്റൊന്ന് ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടിക്ക് പുല്ല് വിലയില്ലാതെ അതിനെ പൊളിച്ച് കളയണത്. ഈ അവസ്ഥ ഒരുത്തലിൽ ഉണ്ടായി തീർന്നാൽ അവനും ഒറിജിനൽ മുനാഫിഖ് തന്നെയാണ്. ഫജറ. അവനോട് തർക്കം കൂടുകയാണെങ്കിൽ അവൻ വേണ്ടാത്തതേ തോന്നിയവാസേ പറയുള്ളൂ. അങ്ങനല്ലേ ചില ആളുകളുടെ സ്വഭാവങ്ങളെന്ന്? അങ്ങനല്ലേ? അത് പറച്ചിൽ മാത്രമല്ലേ, എഴുതിയാലും മതി. അതൊക്കെ തീപ്പെട്ട് ഫജറാന്ന്. അപ്പം അവനായിട്ട് തർക്കം കൂടിയാൽ അല്ലെങ്കിൽ അവനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് പറയുന്നത് എന്തായിരിക്കും? വളരെ മോശമായ വർത്തമാനങ്ങളായിരിക്കും. അവന് ഒരു മോമിനിക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത പദങ്ങളായിരിക്കും അവൻ ഉപയോഗിക്കാം. ഇതാണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 സംഭവങ്ങൾ, ഈ 2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഉടമ്പടിയെ പൊളിച്ച് കളയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്താൻ പറഞ്ഞ ബന്ധങ്ങളെ എന്താക്കുക, അതിനെ മുറിച്ച് കളയുക. വയുഫ്സിദൂന ഫിൽ അർള്. അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവമാണ് ഇഫ്സാദ് ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഉലായിക ഹുമുൽ ഖാസിറൂൻ. അവർ ഈ പാടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പം എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു വിഭാഗമായി കൊണ്ട് നമ്മൾ മാറി. പിന്നെ എങ്ങനെ നമ്മളെ പല നിൽക്കും പരീക്ഷിക്കപ്പെടാതിരിക്കുക? അപ്പം എല്ലാ നിൽക്കുള്ളതായ നഷ്ടവും ഉള്ള പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ എന്ന് പറയാൻ പറ്റുന്നതായ ഒരു വിഭാഗമായി കൊണ്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ മഹാന്മാർ പറഞ്ഞതുപോലെ ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിനെ പേടിക്കണ ചില ആളുകൾ ഇവിടെ ഇല്ലെങ്കിൽ, വസ്ബിയത്തും മിനൽ യതാമ, അള്ളാഹു കുട്ടികൾ മലപിടിക്കണ കുട്ടികളും ഇല്ലെങ്കിൽ, അതുപോലെ മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ, സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജറു, ശക്തമായ അദാബ് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ നമ്മൾ പേടിച്ചോളണം. ശക്തമായ അദാബ് പല നിലക്കും നമുക്ക് വരും. പക്ഷേ അത് അള്ളാഹുവിൻ്റെ അദാബാണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. അവിടെയാണ് തെറ്റ്. അത് വന്നു കഴിഞ്ഞാലും അതൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനത്തെ സംഗതികളെ കൊണ്ട് അദാബ് ചെയ്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. അത് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയൂല. അല മുനബ്ബിഉക്കും അലാ മാ തതനസ്സലു ശയാത്തീൻ എന്ന് പറഞ്ഞില്ലേ, ശൈത്താൻ പല നിലക്കും ഇറങ്ങി വരും. അപ്പം എന്ത് സംഗതികൾ നമ്മൾ ചെയ്താലും അതൊക്കെ നമ്മളൊപ്പം ഉള്ളത് കൂടേണ്ട ആവശ്യമുള്ളൂ ശൈത്താനിക്ക്. വേറുള്ളവരപ്പം നമ്മളൊപ്പം എന്താ ശൈത്താൻ കൂടുന്നു വെച്ചാൽ നമ്മളൊപ്പം അല്ലേ കൂടുതൽ, വേറുള്ളവരൊപ്പം കൂടേണ്ട ആവശ്യമില്ല. ശൈത്താൻ ഇഷ്ടമുള്ളതാണ് ഈ കാലം അവരൊക്കെ ചെയ്യുന്നത്. ശൈത്താൻ ഇഷ്ടമില്ലാത്ത പണി ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പം ശൈത്താന് ഇഷ്ടമുള്ള പണി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ പണി നല്ലതാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അതാണ് അലബുനബിയുക്കും അലാമാ തതനസ്സലു ശയാത്തീൻ. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ എപ്പോഴും ഈ ആയത്ത് പറയുന്നത്.
മൂപ്പര് സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ വാക്ക് അലൗലം ബീക്കുവാനോ കള്ള തെയ്യക്കത്തിനെ പറ്റിയും കള്ള ശേഖന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയലുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ്. കള്ളന്മാരാവുന്ന ആളുകളൊപ്പം ശൈത്താനുണ്ടാവും, അവൻ്റെ ഒപ്പം പിൻപറ്റിയവരൊപ്പം ശൈത്താനുണ്ടാവും, വിദേഹത്തിൻ്റെ ആളുകളൊപ്പം ശൈത്താനുണ്ടാവും, അവരെ പിൻപറ്റിയവരൊപ്പം ശൈത്താനുണ്ടാവും. എന്നതുപോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്നതായ സംഗതികൾ അത് നല്ലതാണെന്ന് ശൈത്താൻ തോന്നിപ്പിച്ചു. അപ്പോൾ പല തിന്മകളും നമുക്ക് തോന്നുന്ന ഈ ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമ്മൾ ചെയ്യണ എല്ലാത്തിനും നമ്മൾ ന്യായങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നമുക്കത് അള്ളാഹുവിൻ്റെ മുന്നിൽ അത് പറഞ്ഞ് രക്ഷപ്പെടാതാണ് ഈ കാലം. ചിലപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴല്ലേ അപ്പം നോക്കാമെന്നുള്ളതാണ് ഈ കാലം. മരണം എന്നുള്ളൊരു സംഗതി നമുക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് പേടിയുണ്ടാവും. മരണാന്തര ജീവിതത്തിനെ പറ്റി നമുക്ക് പേടിയുണ്ടാവും. മരണാന്തര ജീവിതത്തിൽ സുവാലുണ്ടാവും, ഖബറിൽ സുവാലുണ്ടാവും, ഹിസാബുണ്ടാവും, മഹ്ശറുണ്ട്. അവിടെ നിന്ന് പല സംഭവങ്ങളും പിന്നീട് നടക്കാൻ പോവല്ലേ. ഇതൊക്കെ ഹക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ. അത് ഹക്കാണെന്ന് പറഞ്ഞാൽ ഹക്കാണെന്ന് വിശ്വസിച്ചു കൊള്ളണം. ഇതാണ് ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ മുക്തത അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യും വേണം. ഇതൊന്നും ഇവിടെ ഇല്ലാതെയായി പോയി. അപ്പോൾ ഓരോരുത്തരും അവരവരെ നഫ്സിനെ പറ്റി ചിന്തിക്കുക. നമ്മുടെ നഫ്സിനെ നമ്മൾ ശുദ്ധീകരിക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. മഹാന്മാരാവുന്ന മശായിഖന്മാർ പറയുന്നത് പോലെ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ ഒഴിഞ്ഞിരിക്കുക. അതിന് നേരെ എതിരാവുന്ന നല്ല സ്വഭാവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി ഇസ്തിഖാമത്തിൻ്റെ മേൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ വക്ത് കടന്നാൽ ഉടനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മുമ്പും ഇമ്പുമുള്ള സുന്നത്തുകളുണ്ടെങ്കിൽ അതൊക്കെ നിസ്കരിക്കുക. കഴിയണത്ര മറ്റുള്ള സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. കഴിയണത്ര ദിക്റുകളെ വർദ്ധിപ്പിക്കുക. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യണ ഈ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അതിനെവിടെ ശക്തിപ്പെടുത്താനും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആദർശങ്ങളെ പ്രചരിപ്പിക്കുന്നത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം ശരീഅത്ത് എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസങ്ങളും അതിനൊക്കെ നമുക്ക് എന്താക്കാം, പ്രചരിപ്പിക്കുക. അതിനൊക്കെ നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അതോടൊപ്പം നടക്കുന്നത് നമ്മൾ സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അതായത് ശരീഅത്തിനോട് എതിരല്ലാത്ത ഒരു ഇൽമിനെ നമ്മൾ മോശമായി കാണാൻ പാടില്ല എന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ശരഈയായ ഇൽമ് പഠിക്കണ ഒരുത്തരാണെങ്കിൽ തന്നെ മറ്റുള്ള ഇൽമുകളെ അവൻ എന്താക്കാൻ പാടില്ല. അത് അതിനില്ല ആക്കാറ, അതിന് നിസ്സാരമാകുന്ന കണ്ണുകൊണ്ടേ നോക്കാൻ പാടില്ല. അപ്പം ആ നിലക്ക് എല്ലാ ഇൽമുകളെയും നമുക്ക് ആവശ്യമാണ്. ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം ഉലൂമുകളുണ്ടോ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതല്ലേ വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞ എല്ലാ ഉലൂമും ആദനബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തി. ആദനബിൻ്റെ മക്കളെ രണ്ട് നിലക്ക് ഉപയോഗപ്പെടുത്തി. അബിയാവും ഔലിയാവും അതിനെന്താക്കി ഇലാഹി ആവുന്നതായ ഒരു ടെക്നോളജി ഈമാൻ വർദ്ധിപ്പിച്ചു. ഈമാൻ കൊണ്ട് ആ ടെക്നോളജികളൊക്കെ അവർ ഉപയോഗിച്ചു. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ടെക്നോളജിനേക്കാൾ വലിയ ടെക്നോളജികളാണ് അവരുപയോഗിച്ചത്. പക്ഷെ അവർക്ക് ഇന്നത്തെ പോലുള്ള ഈ നിലക്കുള്ള മാധ്യമങ്ങളല്ല അവർ ഉപയോഗപ്പെടുത്തിയത്. നമ്മൾക്ക് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഈ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആകാശം കൂടി പറക്കാൻ പറ്റുമോ? പ്ലെയിൻ ഇല്ലാതെ നമുക്ക് ലോകത്തുള്ള ആരോടെങ്കിലും സംസാരിക്കാൻ മൊബൈൽ ഇല്ലാതെ പറ്റുമോ? ആരും ലോകത്തുള്ള ആരും നോക്കിക്കാണാൻ പറ്റുമോ? ഈ ഇരിപ്പിരുന്നിട്ട് എന്നാൽ മഹാന്മാർ ഇരിപ്പിരുന്ന് റസൂൽ പറഞ്ഞില്ലേ, തുവിയത്തില്ലാറുള്ളൂ കൊല്ലുഹാൻ ഇനി അറാക്കും വറായി ലഹരി, എവിടുന്നാണെങ്കിലും നിങ്ങളെ എനിക്ക് കാണാം. കാരണം അത് കാണാൻ പറ്റിയതായ അതിൻ്റെ ഒരു ആലത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആയുധം റസൂലുള്ളാഹി, അതിൻ്റെ ഒരു മാധ്യമം റസൂലുള്ളാഹിൻ്റെ കൈവശമുണ്ട്. ഇത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെയൊക്കെ കൈവശമുണ്ട്. പക്ഷേ സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാകുമ്പോൾ അവരുടെ പദവികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഫമിൻഹും മൻ യഅരിഫു അന്ന ഉനാക ഖദിറൻ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹൂന. ചിലർക്ക് സാധനം മോശമാണെന്ന് മനസ്സിലാവും. ചായ കൊണ്ടുപോയി കൊടുത്താൽ അത് കുടിക്കാൻ പാടില്ലാത്ത ചായയെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് മനസ്സിലാവും ആ ചായയിലേക്ക് നോക്കിയിട്ട്. പക്ഷേ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹു, അത് മോശമാവാനുള്ള കാരണം എന്താണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളില്ല. അതിനേക്കാൾ മേലുള്ള ആളുകളുണ്ട്. വയഅരിഫു മാ ഹുവ അസ്ലുഹു, ഇത് മോശമാവാനുള്ള, ഇത് ചായ ഹറാമാണെന്ന് അവർക്ക് ചായ കണ്ടാൽ മനസ്സിലാവും. ഈ ചായ ഹറാമാവാനുള്ള കാരണം എന്താ? അപ്പോൾ പൊടി കെട്ടുകൊടുത്തതാണ് അല്ലെങ്കിൽ പാല് കെട്ടുകൊടുത്തതാണ്. അപ്പോൾ അതിന് ഹറാമാവാനുള്ള കാരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിലാക്കാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള ഓരോ വസ്തുവിലും ആ വസ്തുവിനോട് ബന്ധപ്പെട്ട ലോഹുകൾ അല്ലാഹു സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലോഹുകളിലേക്ക് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഏത് ഇൽമും നമുക്ക് ശരീഅത്ത് എതിർക്കാത്ത, ശരീഅത്തിനെതിരല്ലാത്ത ഏത് ഇൽമുകളും നമുക്ക് പഠിപ്പിക്കാം, അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെയാണത്. അപ്പം അതുകൊണ്ട് സമന്വയ വിദ്യാഭ്യാസങ്ങൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ തഖ്വ അധിഷ്ഠിതമായി കൊണ്ടാവണം ഏത് വിദ്യാഭ്യാസവും നമ്മൾ കൊടുക്കേണ്ടത്.
എന്നാലേ ശരീഅത്തിൻ്റെ ഉലൂമുകൾ അത് അർഹിക്കണതൽക്ക് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ഉണ്ടാവുള്ളൂ. എന്നാലൊരു പണ്ഡിതൻ്റെ അവൻ്റെ ദഅവത്ത് ഫലം ചെയ്യുള്ളൂ, ഒരു പണ്ഡിതൻ്റെ തദ്രീസ് ഫലം ചെയ്യുള്ളൂ. എങ്ങനെ ഫലം ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. യഥാർത്ഥ ഒരു പണ്ഡിതൻ്റെ അവൻ്റെ ഇൽമ് ഇവിടെ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് ഫലം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഅസുറാത്തുകൾ, അതിൻ്റെ തഫ്സീറാത്തുകൾ ഇവിടെ കാണപ്പെടുക. അതായത് അവരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരും ആ നിലക്കുള്ള വിശുദ്ധന്മാരായി തീരുന്ന ആ നിലക്കുള്ള ജനങ്ങളവിടെ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് വേണം? ആ നിലക്കുള്ള ഗുണം അവൻ്റെ ഇൽമിനിക്ക് ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസാദുകളൊക്കെ ഒരുപാട് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദീൻ എന്താന്ന് ജനങ്ങൾക്ക് അറിയില്ല. ദീനിൻ്റെ നിയമങ്ങൾ അത് അത്രമാത്രം ഒരു വിലപ്പെട്ടതായിട്ട് ആളുകൾ കാണാത്തൊരവസ്ഥ, അതായത് ദീനിന്ന് പുറത്തു പോകണ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും അവരവരെ സ്വന്തം നഫ്സിനെ അവരവരെ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ സനത് അത് നിങ്ങളതിൻ്റെ എല്ലാ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങളോടൊക്കെ ഉണർത്തുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകൾക്കൊക്കെ വേണ്ടിയാവണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഒരുപാട് പോഷക സംഘടനകളുണ്ട്, 14ഓളം പോഷക സംഘടനകളുണ്ട്. ഓരോ പോഷക സംഘടനകൾക്കും 2, 3, 4, 5, 7 ഉപസംഘടനകളുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അതിൽ അംഗത്വം അല്ലെങ്കിൽ നേതൃത്വം നൽകാൻ പറ്റുന്ന മേഖലയിലേക്ക് നിങ്ങൾ കയറി വരണം. അങ്ങനെ നിങ്ങളെ പ്രവർത്തനമൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടിയാവണം, അഥവാ വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയാവണം. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ അഡ്രസ്സിലാണ് നിങ്ങളെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നൽകപ്പെടുന്ന ഭക്ഷണം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ അത് ജനങ്ങളോട്, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട സ്ഥാപനം അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനം എന്ന് ആ ഒരു അഡ്രസ്സ് പറഞ്ഞിട്ടാണ് ഇതിനു വേണ്ടിയുള്ള മറ്റ് പിരിവുകളും ഇതിനു വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ജനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ ഇവിടുത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ഉൾക്കൊണ്ടതും അവർ പ്രവർത്തിക്കുന്നതുമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പം ആ ഒരു പേര് പറയുമ്പോൾ അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളിലും അതിനോടുള്ളതായ ഒരു വിശ്വാസ്യതയും അതിനോടുള്ളൊരു ബഹുമാനവും ആദരവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ആദ്യമായി നിങ്ങളോട് ഉണർത്താനുള്ളത്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഈ അഡ്രസ്സിൽ തന്നെ ആവണം, ഇതിനു വേണ്ടിയാവണം നിങ്ങളെ പ്രവർത്തനം. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരി, അതായത് 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡിനടുത്ത കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അവിടെ വിശാലമായി തയ്യാർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തയ്യാർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ തയ്യാർ ചെയ്യപ്പെടുന്ന ആ മൈതാനിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. അപ്പോൾ അതിൽ എല്ലാവരും അത് ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിയ പണ്ഡിതന്മാർ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിൽ ഭാവക്കാൻ വേണ്ടി കഴിയുന്നതും ശ്രമിക്കുകയും അതിന് നിങ്ങളെ കൊണ്ടൊക്കെ കഴിയണ ഏതെല്ലാം ഉപകാരങ്ങളും ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണമെന്നും നിങ്ങളെല്ലാവരെയും ഉണർത്തുക. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുവരെ ശ്രദ്ധിക്കുക. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ട സംഗതികളോട് അവനോട് ചോദിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈമാനിനെ ശരിപ്പെടുത്താനും ആ ഈമാനിനെ വളർത്തിയെടുക്കാനും ആ ഈമാനനുസരിച്ച് ഇതിൻ്റെ ഈമാനിൽ നിന്ന് നന്മകളെ ഉൽപ്പാദിപ്പിക്കാനൊക്കെ ഓരോരുത്തരും ശ്രമിക്കുക. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തിത്തട്ടെ. അതിനെതിൽ വരുന്നതായ സർവ്വ ദുശക്തികൾക്കുള്ള എല്ലാ ശറുകളെ തൊട്ടും ഈ സംഘടന അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നറൂദു ബിക്കൽ അഅദാഅ മിൻ കുല്ലി വിജ്ഹ വബിസ്മിക്കൽ അളീം നർമീഹിം മിനൽ ബുഅദി ബിശ്ശതത്. ഇത് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.